എന്നുള്ളത്. CPM-ന്റെ അതായത് CPM-ലേക്ക് വരാം. അതായത് നമ്മൾ UDF-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ, അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളൊക്കെ വലിയ വാർത്തയായി എടുത്തിരുന്നെങ്കിൽ പോലും CPM-ന്റെ ഭാഗത്തു നിന്ന് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. യെസ്, ഇപ്പോൾ സേഫിലേക്ക് വരാം. ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിക്കുന്നുണ്ട്. യെസ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ കാത്തിരുന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂൺ 19 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. UDF-ലെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർത്തിയായി? ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ UDF-ന്റെ? അത് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അത് നേതൃത്വം അക്കാര്യത്തെ കുറിച്ച് പറയും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ UDF തെരഞ്ഞെടുപ്പിന്റെ തീയതി മാത്രം കാതോർത്തിരിക്കുകയായിരുന്നു UDF-ന്റെ പ്രവർത്തകർ. ബൂത്ത് തല കമ്മിറ്റികളും അതേപോലെ വോട്ടേഴ്സിനെ ചേർക്കുന്ന കാര്യത്തിലും താഴെ തട്ടിലുള്ള ചുമരെഴുത്തുകൾ അടക്കം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം ബാക്കി നിർത്തി ചുമരെഴുത്തുകൾ പോലും പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നിലമ്പൂരിൽ UDF പ്രവർത്തകർ പൂർത്തീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി മാത്രം കാത്തിരിക്കുകയായിരുന്നു. ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി നിലമ്പൂർ സീറ്റ് തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. ശ്രീ ഷൗക്കത്ത്, സ്വാഭാവികമായിട്ടും UDF-ന്റെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കൂടെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിലൊരു സസ്പെൻസ് ഉണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യമാണ് നേതൃത്വം ഏത് പേര് തീരുമാനിച്ചാലും നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അത് നേതൃത്വം തീരുമാനിക്കും. തീർച്ചയായിട്ടും താങ്കൾ അംഗീകരിക്കുമോ പൂർണ്ണമായും നേതൃത്വം ഏത് പേര് പ്രഖ്യാപിച്ചാലും?